ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മൾക്ക് ടെർമറിക് വെച്ച് 2-3 ഫേസ് പാക്കുകളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഫേസ് പാക്കുകളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ പലവർക്കും ഈ ടെർമറിക് അലർജി ഉണ്ട്. അങ്ങനെയുള്ളവർ, ഈ മഞ്ഞൾ അലർജി ഉള്ളവർ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കരുത്. പിന്നെ ഇനി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടേ ഉപയോഗിക്കാവൂ. കുറച്ച് മഞ്ഞളെടുത്ത് നമ്മുടെ റിസ്റ്റിലിടുക, ചെവിയുടെ താഴെ ഇടുക. എന്നിട്ട് നമുക്ക് ചൊറിച്ചിലോ തിണർത്ത് പൊങ്ങോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മഞ്ഞൾ ഉപയോഗിക്കാം. എങ്ങനെയായാലും ഒരു 99% പേർക്കും മഞ്ഞൾ ഓക്കെയാണ്, ഓൾ സ്കിൻ ടൈപ്പിനും ഓക്കെയാണ്. പക്ഷേങ്കിൽ ചിലവരെ സംബന്ധിച്ച് ഇത് അലർജി ഉണ്ട്, അവരുടെ കാര്യമാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ മഞ്ഞളെന്ന് പറയുമ്പോൾ കലാകാലങ്ങൾ, അതായത് ഒരു 4000 വർഷത്തെ ചരിത്രമുണ്ട് മഞ്ഞൾ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ 4000 വർഷത്തെ പഴക്കമുണ്ട്. അത്രയും പണ്ടുകാലം മുതലേ ആൾക്കാർ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിച്ച ഒന്നാണ് മഞ്ഞൾ കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മുടെ തലമുറയ്ക്കും ഈ മഞ്ഞൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഒത്തിരി കോസ്മെറ്റിക്സ് വാങ്ങി ഉപയോഗിക്കുന്നവരായതുകൊണ്ട് ഈ പഴയ രീതികളൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ പഴയ രീതികളാണ് എപ്പോഴും നല്ലത് കേട്ടോ. സമയമില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും പുതിയ രീതികളിലേക്ക് നീങ്ങുന്നത്. നിങ്ങൾ പഴയ രീതികൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയമുള്ളവർ തീർച്ചയായിട്ടും ഈ മഞ്ഞൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഗോൾഡൻ സ്പൈസസ് എന്നാണ് മഞ്ഞളിനെ പറയുന്നത് തന്നെ. അതിന് കാരണം ഇതിലെ മാജിക് ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുർക്കുമിനാണ്. ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് തടയുന്നതിനും, അതുപോലെ തന്നെ ഇത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. ഇതിലെല്ലാത്തിലുപരി ഇതിൽ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ സണ്ണിൽ നിന്ന് നമ്മുടെ സ്കിന്നിലേൽക്കുന്ന എല്ലാ ഡാമേജസിനും പ്രതിരോധിക്കാനുള്ള കഴിവ് മഞ്ഞളിനുണ്ട് കേട്ടോ. ഈ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടീസിലുണ്ട്. അപ്പോൾ ഇത് മൂലം നമ്മുടെ ഏജിങ്, അതായത് അകാല വാർദ്ധക്യം ഒഴിവാക്കാൻ സാധിക്കും. സ്ഥിരമായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നവർക്ക് സ്കിന്നിൽ വരുന്ന ചുളിവുകൾ, അതുപോലെ ഡിസ്കളറേഷൻ, ഇതെല്ലാം പിന്നെ വരാതിരിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്കിൻ നല്ല ഗ്ലോ ആവുന്നതിനും ഏറ്റവും നല്ലതാണ് മഞ്ഞൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ, സ്ഥിരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസമൊക്കെ നമ്മൾ ഇട്ടാൽ മതി പാക്കൊക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം എന്നും ഇടണമെന്നില്ല കേട്ടോ. പിന്നെ മഞ്ഞളിനെ കുറിച്ച് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലതരത്തിലുള്ള മഞ്ഞൾ ഇന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ കറിക്കിടുന്ന മഞ്ഞളുണ്ട്, പച്ചമഞ്ഞളുണ്ട്, അതുപോലെ കസ്തൂരി മഞ്ഞളുണ്ട്. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളാണ് സാധാരണ നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് കാരണം ഈ മഞ്ഞൾ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തുണ്ടാകുന്ന സ്റ്റെയിൻ അധികം വരില്ല, മഞ്ഞ നിറം അധികം വരില്ല. മറ്റേത് നമ്മൾ സാധാരണ ഉള്ള മഞ്ഞളൊക്കെ ഇട്ട് മുഖം കഴിയാലും ആ മുഖത്തൊരു മഞ്ഞ നിറം ഇരിക്കും. അപ്പോൾ അത് കുറവായിരിക്കും ഈ കസ്തൂരി മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ മുഖത്തിടാൻ കസ്തൂരി മഞ്ഞൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം കേട്ടോ. പിന്നെ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ എല്ലാവർക്കും അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പച്ചമഞ്ഞൾ അരച്ചിടാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ, അത് പുഴുങ്ങി ഉണക്കി പൊടിച്ച് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളല്ല അത്. എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മഞ്ഞളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖത്ത് ആ മഞ്ഞ നിറം പോവാൻ ഏറ്റവും നല്ലത് ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അത് നന്നായിട്ട് റൗണ്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് ക്ലെൻസർ ഉപയോഗിക്കാം. അതുപോലെ അത് കഴിഞ്ഞ് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ മഞ്ഞ നിറം മുഖത്ത് നിന്ന് പോകുന്നതിന് നല്ലതാണ് കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ, ഞാൻ ഈ പറയുന്ന പാക്ക് എല്ലാ ദിവസവും ഇടേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ ഇട്ടാൽ മതിയാവും. ഞാനിവിടെ 3 പാക്കുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആദ്യത്തേത് ഓയിലി സ്കിന്നിന്, പിന്നെ ഡ്രൈ സ്കിന്നിന്, കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ സ്കിന്ന്. ഇത് കോമ്പിനേഷനും നോർമലിനും ഒരു പാക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നിന് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികളിലൊക്കെ ഉള്ളതാണ്
നിറയെ മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, നല്ല ഓയിലി ആയിട്ടിരിക്കുക, ഇതിനെല്ലാത്തിനും പ്രതിവിധിയാണ് മഞ്ഞൾ. കാരണം എക്സസ് ഓയിലിനെ പിന്നെ അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് മഞ്ഞളിനും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുൾട്ടാനി മിട്ടിക്കുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാക്കിൽ നമുക്ക് വേണ്ടത് മുൾട്ടാനി മിട്ടി വേണം, പിന്നെ മഞ്ഞൾ വേണം, റോസ് വാട്ടർ വേണം. ഇതാണ് ഈ ഓയിലി സ്കിന്നിന് ആർക്ക് വേണ്ട പാക്ക്. അപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുൾട്ടാനി മിട്ടിയും അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ റോസ് വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. അത് ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം വാഷ് ചെയ്യാൻ കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണം. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ഈ പാക്ക് ഇട്ടാൽ ഓയിലി സ്കിന്നവർക്ക് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അവരുടെ മുഖക്കുരു, അതുപോലെ കൂടുതലായിട്ട് മുഖത്ത് പിന്നെ ഓയിലിനെ മിനിമൈസ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഈ പാക്ക് നല്ലതാണ് കേട്ടോ. ഈ മുൾട്ടാനി മിട്ടി എന്ന് പറയുമ്പോൾ നല്ല ഒന്നാന്തരം എക്സ്ഫോലിയേഷനാണ്, നല്ല ക്ലെൻസറാണ്. നമ്മുടെ പിന്നെ സ്കിന്നിലുള്ള എല്ലാ സുഷിരങ്ങളിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും വലിച്ചെടുത്ത് കളയും. അതാണ് മുൾട്ടാനി മിട്ടിയുടെ ഗുണം കേട്ടോ. ഒത്തിരി പിന്നെ സ്കിന്നിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ മിട്ടി. പിന്നെ വൈറ്റ് ക്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ ഈവൻ ആവുന്നതിനും സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും മുൾട്ടാനി മിട്ടി ബെസ്റ്റാണ്. പിന്നെ റോസ് വാട്ടർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതോടൊപ്പം നല്ല ഒന്നാന്തരം ടോണറാണ്, നല്ല മോയ്സ്ചറൈസറാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ 3ഉം കൂടെ ചേരുമ്പോൾ ഓയിലി സ്കിന്നിന് പറ്റിയ നല്ല ഒന്നാന്തരം ഫേസ് പാക്കാണ്. ഓക്കെ. പിന്നെ രണ്ടാമതായിട്ട് ഡ്രൈ സ്കിന്നിനാണ്. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ഞുകാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കും അല്ലേ. ഡ്രൈ സ്കിന്നിന് വന്നിട്ട് മഞ്ഞളിൻ്റെ കൂട്ടത്തിൽ പാലും അതുപോലെ തന്നെ പിന്നെ തേനും കേട്ടോ. അപ്പോൾ ഈ പാലും തേനും മഞ്ഞളിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും മോയ്സ്ചറൈസറാണ്, ക്ലെൻസറാണ്, അതുപോലെ എക്സ്ഫോലിയേഷനാണ്. സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും പാലിലടക്കിയിരിക്കുന്ന ഫാറ്റുള്ള പാൽ വേണം കേട്ടോ. ലാക്റ്റിക് ആസിഡ് നല്ല ബ്രൈറ്റ് കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. തേന് നല്ല ഒന്നാന്തരം പിമിറ്റൻ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുന്നതിന് നല്ലൊരു ഫേസ് പാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് കോമൺ പിന്നെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, കലാകാലങ്ങളായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കടലമാവും തൈരും മഞ്ഞളും അല്ലേ. അപ്പോൾ ഇത് പിന്നെ നമുക്ക് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ് വേണ്ടവർക്ക്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഈ കടലമാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട്. നമ്മുടെ എക്സ്ഫോലിയേഷനാണ് മെയിൻ, സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും ഈവൻ സ്കിൻ ആവുന്നതിനും എല്ലാത്തിനും കടലമാവ്. അപ്പോൾ 1 സ്പൂൺ കടലമാവ് എടുക്കുക, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക, അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈര് അതല്ലെങ്കിൽ പാല് ഇതും മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്ലെയിൻ വാഷ് കേട്ടോ, പ്ലെയിൻ വാഷ് ചെയ്യണം. പിന്നെ ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മതി, അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ 3 പാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ നമുക്ക് പുതുവത്സരമാണ്, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പുതുവത്സരാശംസകൾ നേരുകയാണ്. പുതിയ വർഷം നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നല്ല രാഷ്ട്രീയാന്തരീക്ഷവും നല്ല കുടുംബാന്തരീക്ഷവും എല്ലാം കൊണ്ടും നല്ലൊരു വർഷം നമുക്ക് രോഗങ്ങളില്ലാത്തൊരവസ്ഥ എല്ലാവർക്കും എല്ലാം നന്മയ്ക്കായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.